ഗ്രൂപ്പിന്റെ കൺസോളിഡേറ്റഡ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് ആയിട്ട് ബന്ധപ്പെട്ട ഒരു അക്കൗണ്ട് സ്റ്റാൻഡേർഡ് ആണ് ഇൻഡസ് 110 IFRS 10. അപ്പൊ ഒരു പാരന്റും ഒരു സബ്സിഡറിയും കൂടിച്ചേർന്നാണ്, ഒരു സബ്സിഡറി അല്ല, പാരന്റും അതിന്റെ സബ്സിഡറീസും കൂടിച്ചേർന്ന ഒരു കോമ്പിനേഷൻ ആണ് ഗ്രൂപ്പ് എന്ന് വെച്ചാൽ. പാരന്റ് അതിന്റെ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് ഉണ്ടാക്കണം, സബ്സിഡറി അതിന്റെ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് ഉണ്ടാക്കണം, പിന്നെ ഗ്രൂപ്പ് കൺസോളിഡേറ്റഡ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് ഉണ്ടാക്കണം. അപ്പൊ എങ്ങനെ ഉണ്ടാക്കുക? അതിന്റെ രണ്ട് സ്റ്റാൻഡേർഡ് ആണ്. ഒന്ന് ഇൻഡസ് 110 IFRS 10. അതുപോലെ എന്തൊക്കെ വ്യത്യാസമുള്ളത്? ഈ ഇൻഡസ് 110 ആയിട്ട് ബന്ധപ്പെട്ട റെലവന്റ് ടേം സ്റ്റേറ്റ്മെന്റ് പ്രോഫിറ്റ് ആൻഡ് ലോസും ബാലൻസ് ഷീറ്റും നമ്മളെല്ലാവരും കാണുന്ന. IFRS 10 സ്റ്റേറ്റ്മെന്റ് ഓഫ് കോംപ്രഹെൻസീവ് ഇൻകം, പിന്നെ സ്റ്റേറ്റ്മെന്റ് ഓഫ് ഫിനാൻഷ്യൽ പൊസിഷൻ. മറ്റൊരു ഡിഫറൻസ് അപ്പൻഡിക്സ് C of IFRS 10 dealing with effect to date, transition and withdrawal of other IFRS has not been included in Index 1110. Index 1110 മറ്റൊരു ഡിഫറൻസ് കേട്ടോ. ഓക്കെ, ഇനി മറ്റ് മേജർ ഡിഫറൻസസ് ഇൻഡസ് 110 ആയിട്ടും IFRS 10 ആയിട്ടും ഇല്ല. ഈ ഒരു വ്യത്യാസം മാത്രമേ ഉള്ളൂ. പിന്നെ ഈ സ്റ്റാൻഡേർഡിന്റെ ഒരു ഒബ്ജക്റ്റീവ് എന്താണെന്ന് വെച്ചാൽ, എന്തിനാണ് ഈ സ്റ്റാൻഡേർഡ്? ഇപ്പൊ കാര്യമായുള്ള വ്യത്യാസം ഇന്ത്യൻ സ്റ്റാൻഡേർഡും ഇന്റർനാഷണൽ സ്റ്റാൻഡേർഡും തമ്മിലില്ല. അപ്പൊ എന്താ അതിന്റെ ഒബ്ജക്റ്റീവ് വെച്ചാൽ, ദ ഒബ്ജക്റ്റീവ് ഓഫ് ദി സ്റ്റാൻഡേർഡ് ഈസ് ടു എസ്റ്റാബ്ലിഷ് പ്രിൻസിപ്പിൾ ഫോർ ദ പ്രസന്റേഷൻ. അപ്പൊ കൺസോളിഡേറ്റഡ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് ഒരു എൻറ്റിറ്റി ഒന്നോ അതിലധികം എൻറ്റിറ്റിനെ കൺട്രോൾ ചെയ്യുമ്പോൾ ആദ്യത്തെ എൻറ്റിറ്റി ഉണ്ടാക്കേണ്ട സ്റ്റേറ്റ്മെന്റിനെ വിളിക്കുന്ന പേരാണ് കൺസോളിഡേറ്റഡ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്. അതെങ്ങനെ പ്രിപ്പയർ ചെയ്യും, അതെങ്ങനെ പ്രസന്റ് ചെയ്യും, അതിനുള്ള ചില പ്രിൻസിപ്പിൾസ് കൊടുക്കുക. അതാണ് ഇതിന്റെ ഒബ്ജക്റ്റീവ്. ആ ഒരു ഒബ്ജക്റ്റീവ് മീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്, ടു മീറ്റ് ദ ഒബ്ജക്റ്റീവ് ഇൻ പാരഗ്രാഫ് 1, ദി സ്റ്റാൻഡേർഡ് റിക്വയർസ് an entity, the parent, that control one or more other entities to present consolidated financial statement. അപ്പൊ ഈ ഒരു ഒബ്ജക്റ്റീവ് മീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പാരന്റ് എൻറ്റിറ്റി, ആ എൻറ്റിറ്റിയാണ് സബ്സിഡറി എൻറ്റിറ്റീസ് കൺട്രോൾ ചെയ്യുന്നത്. റിക്വയർസ് എൻറ്റിറ്റി ദാറ്റ് കൺട്രോൾ വൺ ഓർ മോർ അതർ എൻറ്റിറ്റീസ് ടു പ്രസന്റ് കൺസോളിഡേറ്റഡ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്. അവർ കൺസോളിഡേറ്റഡ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് ഉണ്ടാക്കണം, പാരന്റ് എൻറ്റിറ്റി ഈ സബ്സിഡറി എൻറ്റിറ്റീസിനെയും കൂടെ ഉൾപ്പെടുത്തിയിട്ട്. ഈ സ്റ്റാൻഡേർഡ് കൺസോളിഡേറ്റഡ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് പാരന്റ് എൻറ്റിറ്റി അടുത്ത് ഉണ്ടാക്കാൻ ആവശ്യപ്പെടുന്നു. അത് കൂടാതെ ഈ സ്റ്റാൻഡേർഡ് ഡിഫൈൻ ചെയ്യുന്നു എന്താണ് കൺട്രോൾ എന്ന് ഡിഫൈൻ ചെയ്യുന്നു. ആൻഡ് എസ്റ്റാബ്ലിഷസ് കൺട്രോൾ ആസ് ദ ബേസിസ് ഫോർ കൺസോളിഡേഷൻ. ഈ കൺട്രോളിന്റെ അടിസ്ഥാനത്തിലാണ് കൺസോളിഡേറ്റഡ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് ഉണ്ടാക്കേണ്ട എന്ന് സ്റ്റാൻഡേർഡ് ആവശ്യപ്പെടുന്നു. അടുത്ത കാര്യം, സെറ്റ് ഔട്ട് ഹൗ ടു അപ്ലൈ പ്രിൻസിപ്പിൾ ഓഫ് കൺട്രോൾ ടു ഐഡന്റിഫൈ വെദർ ഇൻവെസ്റ്റർ, അപ്പൊ ഒരു ഇൻവെസ്റ്റർ ഒരു ഇൻവെസ്റ്റിനെ കൺട്രോൾ ചെയ്യുന്നുണ്ടോ എന്ന കാര്യം എങ്ങനെയാണ് കണ്ടുപിടിക്കുക, അതിനാവശ്യമായുള്ള നിർദ്ദേശങ്ങൾ സ്റ്റാൻഡേർഡ് തരുന്നു. സെറ്റ് ഔട്ട് അക്കൗണ്ട് റിക്വയർമെന്റ്സ്, കൺസോളിഡേറ്റഡ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് ഉണ്ടാക്കുമ്പോൾ എങ്ങനെയാണ് ഉണ്ടാക്കേണ്ടത് എന്നതിന്റെ അക്കൗണ്ട് ട്രീറ്റ്മെന്റ് പ്രൊവൈഡ് ചെയ്യുന്നു ഈ സ്റ്റാൻഡേർഡ്. ഡിഫൈൻസ് ഇൻവെസ്റ്റർ എൻറ്റിറ്റി, ഇൻവെസ്റ്റർ എൻറ്റിറ്റി എന്താണെന്ന് ഡിഫൈൻ ചെയ്യുന്നു. ആൻഡ് സെറ്റ് ഔട്ട് എക്സെപ്ഷൻ, ഈ ഇൻവെസ്റ്റർ എൻറ്റിറ്റിക്ക് കൺസോളിഡേറ്റഡ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് ഉണ്ടാക്കേണ്ട ആവശ്യമില്ല എന്ന് സ്റ്റാൻഡേർഡ് വ്യക്തമാക്കുന്നു. ഓക്കെ, ഇനി ഈ സ്റ്റാൻഡേർഡിന്റെ സ്കോപ്പ് എന്ന് വെച്ചാൽ an entity that is parent entity ആണ് കൺസോളിഡേറ്റഡ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് ഉണ്ടാക്കേണ്ടത്. അപ്പൊ അത് എല്ലാ എന്റിറ്റീസിനും അപ്ലിക്കബിൾ ആണ്, ചിലതിന് അപ്ലിക്കബിൾ അല്ല. ഏതിനൊക്കെയാണ്? അതൊഴികെ എല്ലാറ്റിനും. A parent need not present consolidated financial statement if it meet all the following condition. ഈ കണ്ടീഷൻസ് ഒക്കെ ഫോളോ ചെയ്യാന്ന് വെച്ചാൽ ആ പാരന്റ് എന്റിറ്റി കൺസോളിഡേറ്റഡ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് ഉണ്ടാക്കേണ്ട ആവശ്യമില്ല. എന്തൊക്കെ കണ്ടീഷൻസ്? ഇറ്റ് ഈസ് എ ഓൺലി ഓൺഡ് സബ്സിഡറി or is a partially owned subsidiary of another entity. ഈ നമ്മുടെ പാരന്റ് എന്റിറ്റി മറ്റൊരു എന്റിറ്റിയുടെ ഓൺലി ഓൺഡ് സബ്സിഡറിയോ പാർഷ്യലി ഓൺഡ് സബ്സിഡറി ആണെങ്കിൽ, including those not otherwise have been informed about and do not object to the parent not presenting consolidated financial statement. അപ്പോ നമ്മുടെ എന്റിറ്റി ഒരു ഓൺലി ഓൺഡ് സബ്സിഡറിയോ അല്ലെങ്കിൽ പാർഷ്യലി ഓൺഡ് സബ്സിഡറിയോ ആണ് മറ്റൊരു എന്റിറ്റി ആണെങ്കിൽ ഇവരൊക്കെ കൺസോളിഡേറ്റഡ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് ഉണ്ടാക്കേണ്ട ആവശ്യമില്ല. അടുത്ത കാര്യം,
അതിന്റെ ഡെപ്റ്റ് ഇൻസ്ട്രുമെന്റ്സോ ഇക്വിറ്റി ഇൻസ്ട്രുമെന്റ്സോ പബ്ലിക് മാർക്കറ്റിൽ ട്രേഡ് ചെയ്യുന്നില്ല. ഡൊമസ്റ്റിക് സ്റ്റോക്ക് എക്സ്ചേഞ്ചിലോ ഫോറിൻ സ്റ്റോക്ക് എക്സ്ചേഞ്ചിലോ ഓവർ ദി കൗണ്ടർ മാർക്കറ്റിലോ അത് ട്രേഡ് ചെയ്യുന്നില്ലെങ്കിൽ കൺസോളിഡേറ്റഡ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് ഉണ്ടാക്കേണ്ട ആവശ്യമില്ല. അടുത്തൊരു കാര്യം, ഇഫ് ഇറ്റ് ഡിഡ് നോട്ട് ഫയൽ nor is it in the process of filing is financial statement. അപ്പൊ സെക്യൂരിറ്റി കമ്മീഷൻ ആയിട്ടോ മറ്റേതെങ്കിലും റെഗുലേറ്ററി ഓർഗനൈസേഷൻ ആയിട്ടോ ഇത് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് ഫയൽ ചെയ്യുന്നില്ലെങ്കിൽ കേട്ടോ. അപ്പൊ സാധാരണ രീതിയിൽ പബ്ലിക് മാർക്കറ്റില് ഇൻസ്ട്രുമെന്റ് ഇഷ്യൂ ചെയ്യണ സെക്യൂരിറ്റി കമ്മീഷൻ ആയിട്ടോ റെഗുലേറ്ററി ഓർഗനൈസേഷൻ ആയിട്ടോ ചില ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് ഒക്കെ ഫയൽ ചെയ്യണോ. ഈ എന്റിറ്റിക്ക് ഫയൽ ചെയ്യേണ്ട ആവശ്യമില്ലെങ്കിൽ കൺസോളിഡേറ്റഡ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് ഉണ്ടാക്കേണ്ട ആവശ്യമില്ല. അടുത്ത്, its ultimate or any intermediate parent produces financial statement that are available for public use and comply with indices in which subsidiaries are consolidated or are measured at fair value through profit or loss in accordance with this index. ഈ സാഹചര്യം ഇങ്ങനെയുള്ള കണ്ടീഷൻസ് ഒക്കെ പാലിക്കുകയാണെന്ന് വെച്ചാൽ അവർക്ക് എന്ത് വേണ്ട, കൺസോളിഡേറ്റഡ് ഫിനാൻസ് സ്റ്റേറ്റ്മെന്റ് വേണ്ട, അല്ലെങ്കിൽ വേണം. മറ്റു കാര്യം, this index does not apply to post-employment benefit plans, other long-term employee benefit plans. അപ്പൊ ഇൻഡെക്സ് 90 അനുസരിച്ചുള്ള പോസ്റ്റ് എംപ്ലോയ്മെന്റ് ബെനിഫിറ്റ് പ്ലാനോ അതർ ലോങ് ടേം എംപ്ലോയ്മെന്റ് ബെനിഫിറ്റ് പ്ലാനോ ആണ് ഒരു എന്റിറ്റി പരിഗണിക്കുന്നെങ്കിൽ, കൈകാര്യം ചെയ്യുന്നെങ്കിൽ അവിടെ എന്താ ആവശ്യമില്ല, കൺസോളിഡേറ്റഡ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് വരയ്ക്കേണ്ട ആവശ്യമില്ല. ഓക്കെ, പല സാഹചര്യത്തിലൊക്കെ വരയ്ക്കണം. ഇനി മറ്റു സാഹചര്യം കൊടുത്തിട്ടുണ്ട്. ഏതൊക്കെ സാഹചര്യത്തിലാണ് ഈ കൺസോളിഡേറ്റഡ് ഫിനാൻസ് സ്റ്റേറ്റ്മെന്റ് വരയ്ക്കേണ്ട 10 സാഹചര്യങ്ങൾ. അടുത്ത് നോക്കൂ. എ പാരന്റ് ദാറ്റ് ഈസ് എ ഇൻവെസ്റ്റർ എന്റിറ്റി, ഒരു ഇൻവെസ്റ്റർ എന്റിറ്റി ആണ് പാരന്റ് എങ്കിൽ അവർക്ക് കൺസോളിഡേറ്റഡ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് ഉണ്ടാക്കേണ്ട ആവശ്യമില്ല. എല്ലാ സാഹചര്യത്തേക്കും ഉണ്ടാക്കണം. അപ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട വാക്ക് കൺട്രോൾ. എന്താണ് കൺട്രോൾ എന്ന് നോക്കുക. Control. An investor, regardless of the nature of his involvement with an entity, shall determine whether it is a parent by assessing. അപ്പോ ഒരു എന്റിറ്റി മറ്റേ എന്റിറ്റി കൺട്രോൾ ചെയ്യുന്നുണ്ടെങ്കിലാണ് ആദ്യത്തെ എന്റിറ്റീനെ നമ്മൾ ഈ പാരന്റ് എന്റിറ്റി എന്ന് വിളിക്കുന്നത്. അപ്പൊ കൺട്രോൾ, പാരന്റ് എന്ന വാക്കല്ല അവിടുത്തെ ഇമ്പോർട്ടന്റ് വാക്ക്, കൺട്രോൾ എന്ന വാക്കാണ്. എന്താണ് കൺട്രോൾ എന്ന വാക്ക്? ഇൻവെസ്റ്റർ കൺട്രോൾസ് എ ഇൻവെസ്റ്റി when it is exposed or is right to variable return from its involvement with the investee and has the ability to affect those return through its power over the investee. 3 പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് കൺട്രോൾ ആവാൻ വേണ്ടി. ഒന്ന്, ഇൻവെസ്റ്റിയുടെ മേലെ കൺട്രോള് വേണമെങ്കിൽ ആദ്യത്തെ 3 കാര്യം ഉണ്ടെങ്കിലേ കൺട്രോൾ ആവുള്ളൂ. ഒന്നാമത്തെ കാര്യം പവർ ഉണ്ടായിരിക്കണം. അപ്പോ ഇൻവെസ്റ്റർക്ക് ഇൻവെസ്റ്റിയുടെ മേലെ കൺട്രോൾ വേണമെങ്കിൽ ഒന്നാമത്തെ കാര്യം പവർ ഉണ്ടായിരിക്കും. പവർ ഓവർ ദി ഇൻവെസ്റ്റ് വേണം. രണ്ടാമത്തെ കാര്യം എക്സ്പോഷർ റൈറ്റ് ടു വേരിയബിൾ റിട്ടേൺ ഫ്രം ഹിസ് ഇൻവോൾവ്മെന്റ് വിത്ത് ദ ഇൻവെസ്റ്റ്. രണ്ടാമത്തെ കാര്യം അവർക്ക് വേരിയബിൾ റിട്ടേൺ ഫ്രം ഹിസ് ഇൻവോൾവ്മെന്റ് വിത്ത് ദ ഇൻവെസ്റ്റ്. ഇൻവെസ്റ്റുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഇവരുടെ ഒരു ഇടപെടലുകളുണ്ട്. അതിന്ന് വേരിയബിൾ റിട്ടേൺസ് ഉണ്ടാകുമ്പോ ആ വേരിയബിൾ റിട്ടേൺസിൽ ഇവർക്ക് അവകാശം വേണം. അടുത്ത കാര്യം, എബിലിറ്റി ടു യൂസ് ഇസ് പവർ ഓവർ ദി ഇൻവെസ്റ്റ് ടു അഫക്ട് ദി എമൗണ്ട് ഓഫ് ദ ഇൻവെസ്റ്റേഴ്സ് റിട്ടേൺ. ഇവർക്ക് ഇൻവെസ്റ്റിന്റെ മേലെ ഇവരുടെ അധികാരം പ്രയോഗിക്കാൻ പറ്റണം. അങ്ങനെ അധികാരം പ്രയോഗിച്ചിട്ട് ഇൻവെസ്റ്ററുടെ റിട്ടേണിൽ മാറ്റം വരത്തക്ക രീതിയിൽ ഇൻവെസ്റ്റർക്ക് ഇൻവെസ്റ്റർ മേലെ അധികാരം പ്രയോഗിക്കാൻ പറ്റണം. ഇങ്ങനെയൊക്കെ ഉണ്ടെങ്കിലാണ് കൺട്രോൾ. 3 കാര്യം, പവർ ഓവർ ദി ഇൻവെസ്റ്റ്, എക്സ്പോഷർ റൈറ്റ് ടു വേരിയബിൾ റിട്ടേൺ ഫ്രോം ഹിസ് ഇൻവോൾവ്മെന്റ് വിത്ത് ഇൻവെസ്റ്റ്, എബിലിറ്റി ടു യൂസ് ഹിസ് പവർ ഓവർ ദ ഇൻവെസ്റ്റ് ടു അഫക്ട് ദി എമൗണ്ട് ഓഫ് ദ ഇൻവെസ്റ്റേഴ്സ് റിട്ടേൺ. ആ സമയത്താണ് കൺട്രോൾ ഉണ്ടാവുക. അപ്പൊ ഒന്നാമത്തെ ഡെഫിനിഷൻ എന്താണ്? ഓക്കെ, ബാക്കി അടുത്ത വീഡിയോയിൽ നോക്കാം.